നമസ്കാരം. 1947 ജനുവരി 15 കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലുള്ള ലീമർട്ട് പാർക്കിൽ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ പെരാമ്പുലേറ്ററിൽ വെച്ച് ഉരുട്ടി ആ പാർക്കിലൂടെ നടക്കുകയാണ്. ഒരു ഫുട്പാത്തിലൂടെയാണ് അവർ ആ പെരാമ്പുലേറ്റർ ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ആ പെരാമ്പുലേറ്റർ ഉരുട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് അവർ ഒരു ബെഞ്ചിലിരിക്കാനായി ശ്രമിക്കുമ്പോഴാണ് ആ ബെഞ്ചിൽ നിന്ന് അല്പം മുന്നോട്ട് മാറി ഒരു പ്രതിമ കിടക്കുന്നത് അവർ കാണുന്നത്. നമ്മൾ തുണിക്കടകളിലൊക്കെ കാണുന്ന മാൻക്വിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രതിമ, ഒരു നഗ്ന പ്രതിമയാണ്. കണ്ടാൽ ഒരു സ്ത്രീയാണെന്നേ തോന്നത്തുള്ളൂ. കൗതുകത്തോടെ ആ സ്ത്രീ ആ പ്രതിമയെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശരിക്കും അവരൊന്ന് ഞെട്ടിയെന്ന് പറയാം. അതൊരു പ്രതിമയല്ല, അത് ഒരു സ്ത്രീ തന്നെയാണ്. അമ്പരന്ന് പോയ അവർ ആ പാർക്കിലെ ഗാർഡിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ പ്രതിമയുടെ അടുത്ത് ഓടിയെത്തിയ ഗാർഡൻ ആ കാഴ്ച കണ്ട് ഏതാനും നിമിഷ നേരം നിശ്ചലനായി നിന്നു പോവുകയാണ്. അത്രയേറെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഗാർഡ് കണ്ടത്. ആ പാർക്കിനകത്തുണ്ടായിരുന്ന പലരും ആ ഭാഗത്തേക്ക് ഓടിയെത്തി. പെട്ടെന്നാണ് ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായത്. ആ ആൾക്കൂട്ടത്തിൽ നിന്ന് വിവരമറിഞ്ഞ ലോസ് ആഞ്ചൽസ് പോലീസും സ്ഥലത്തെത്തി. ലോസ് ആഞ്ചൽസ് പോലീസ് അവിടെ എത്തി ആളുകളെ വകഞ്ഞു മാറ്റി ആ ബോഡി പരിശോധിക്കുമ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ് അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നുകയാണ്. നഗ്നയായ ഒരു സ്ത്രീ ആ പുല്ലിൽ പോസ് ചെയ്ത് കിടക്കുകയാണ്. രണ്ട് കാലുകളും വിടർത്തി വെച്ച് കിടക്കുന്ന ആ സ്ത്രീയുടെ ഇടുപ്പിന് താഴെ വെച്ച് രണ്ടായി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ബ്രസ്റ്റുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അവരുടെ വാ വലിച്ചു കീറി വലത് ചെവിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ കാഴ്ച കാണുമ്പോൾ അവർ വളരെ വിശാലമായി ചിരിക്കുന്നതായിട്ട് തോന്നും. കറുത്ത തലമുടിയാണ് ആ സ്ത്രീക്കുള്ളത്. ഇതിനു പുറമെ ദേഹത്ത് ശതവും മുറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ പോലീസിനെ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ഇത്രയും മുറിവുകൾ ഉണ്ടായിട്ടും ഒരു തുള്ളി രക്തം പോലും ആ പുല്ലിൽ വീണ് കിടപ്പില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും ലോസ് ആഞ്ചൽസ് പോലീസ് ഉടനെ FBI വിവരം അറിയിച്ചു. FBI ആളുകളും സ്ഥലത്തെത്തി. അവരും വിശദമായ പരിശോധന തുടങ്ങി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ FBI ആ ഫോട്ടോ അവരുടെ ശേഖരത്തിലുള്ള ഫോട്ടോകളുമായി കമ്പയർ ചെയ്യാനായി സൗണ്ട് ഫോട്ടോ ടെക്നിക്ക് ഒന്ന് ഉപയോഗിച്ചു. ഇപ്പോഴത്തെ ഫാക്സ് സിസ്റ്റത്തിന്റെ ഒരു പ്രിമിറ്റീവായ മാതൃക. ആ സിസ്റ്റത്തിൽ ഒന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് ആ ഫോട്ടോയിൽ കാണുന്ന ആ സ്ത്രീയുമായി സാമ്യമുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടി. 1943 ജനുവരി മാസത്തിൽ ആർമിയിലേക്ക് ക്ലർക്കിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് എലിസബത്ത് ഷോർട്ട് എന്ന ഒരു സുന്ദരി പെൺകുട്ടി അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയ്ക്കൊപ്പമുള്ള ഫോട്ടോയും ആ പാർക്കിൽ കണ്ട ആ നഗ്ന ബോഡിയിലെ ഫോട്ടോയും തമ്മിൽ ശരിക്കും സാമ്യമുണ്ട്. എലിസബത്ത് ഷോർട്ടിന്റെ അതേ ഫോട്ടോ തന്നെ ഏകദേശം 7 മാസങ്ങൾക്ക് ശേഷം, അതായത് 1943 ആഗസ്റ്റ് മാസത്തിൽ പിന്നെയും FBI ഫയലിലുണ്ട്. അന്ന് എലിസബത്ത് ഷോർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് അവിടെ ഉള്ളത്. മദ്യപിക്കാനുള്ള ഔദ്യോഗിക പ്രായം ആകുന്നതിന് മുന്നേ ബാറിൽ വെച്ച് സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുമ്പോൾ അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് എടുത്ത ഫോട്ടോയാണ്. അന്ന് എടുത്ത പല ഫോട്ടോകളും ഉണ്ട്. അടിച്ച് ഫിറ്റായിരിക്കുന്ന എലിസബത്തിന്റെ ആ ഫോട്ടോകളും ഇപ്പോ ആ പാർക്കിൽ കണ്ട ആ കുട്ടിയും ഒന്നാണെന്ന് ആ ഫോട്ടോകൾ വിളിച്ചു പറയുകയാണ്. എലിസബത്ത് ഷോർട്ടിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവളുടെ ഫിംഗർ പ്രിന്റുകൾ FBI ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിംഗർ പ്രിന്റുകളും ഇപ്പോ ലഭിച്ച ഡെഡ് ബോഡിയുടെ ഫിംഗർ പ്രിന്റുകളും മാച്ചിങ് ആണെന്നുള്ള വിവരവും തുടർന്നുള്ള ദിവസങ്ങളിൽ FBI കണ്ടെത്തി. 2 ദിവസത്തിനകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പല കാര്യങ്ങളും വ്യക്തമാക്കുകയാണ്. എലിസബത്ത് ഷോർട്ട് എന്ന ഹോളിവുഡ് സ്വപ്നം കാണുന്ന ആ സുന്ദരി കൊല്ലപ്പെടുന്നതിന് മുന്നേ ഒരു തരത്തിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല. അവള് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുമില്ല. റേപ്പിന് ശേഷം നടന്ന കൊലപാതകമായിരിക്കുമെന്നുള്ള നിഗമനം തുടക്കത്തിൽ പോലീസിനുണ്ടായിരുന്നു. ആ നിഗമനമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യമേ പൊളിയുന്നത്. അവളുടെ വാ വലിച്ചു കീറി ചെവിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ബ്രസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത ഡോക്ടേഴ്സ് അവളുടെ ഇടുപ്പ് മുറിച്ചിരിക്കുന്നത് വ്യക്തമായും സൂചിപ്പിക്കുകയാണ്. ബോഡിയിലെ എല്ല് വളരെ ശ്രദ്ധാപൂർവം കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞരമ്പുകളും. അങ്ങനെ കട്ട് ചെയ്യാൻ ആ ആക്ടിവിറ്റിയിൽ ശരിക്കും പ്രാഗൽഭ്യമുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. ഒരാളുടെ ബോഡി അങ്ങനെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ഉള്ളത് സർജന്മാർക്കാണ്. മെഡിക്കൽ മേഖലയുമായി ബന്ധമുള്ള ആരോ ആണ് എലിസബത്ത് ഷോർട്ടിന്റെ കൊലപാതകത്തിന് പിന്നിൽ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് ആ കാര്യമാണ്. ഈ വാർത്ത പത്രങ്ങളിൽ വന്നതും ശരിക്കും ആ ലോസ് ആഞ്ചൽസ് മേഖലയിലെ സകല ഡോക്ടേഴ്സിലേക്കും അന്വേഷണം തിരിഞ്ഞു.
അവിടെ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ഒത്തിരിയേറെ യുവാക്കളും യുവതികളൊക്കെ ഉണ്ട്. അന്വേഷണം സ്വാഭാവികമായും അവരിലേക്ക് തിരിഞ്ഞു. അവരെ മുഴുവൻ ലിസ്റ്റ് ചെയ്തു. ഏകദേശം 150ഓളം ആളുകളെ അവർക്ക് പുറമെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതേ സമയത്ത് തന്നെ FBI അതിനൂതനമായ ഒരു ടെക്നോളജി അവിടെ ഉപയോഗിച്ചു തുടങ്ങുകയാണ്. കൊലയാളിയുടെ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അവര് ശരിക്കും പാടുപെട്ട് തയ്യാറാക്കുന്നത്. കൊലയാളിയുടെ പ്രൊഫൈൽ കൊലയാളിയെ കാണുന്നതിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു രീതി FBI ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ ബോഡി കിട്ടിയ സ്ഥലം, ആ ബോഡിയുടെ മുറിവുകൾ, ബോഡിയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ബോഡിയിൽ മുറിവ് വരുത്തിയിരിക്കുന്ന രീതി, ഇതൊക്കെ അവലോകനം ചെയ്ത് കൊലയാളിയുടെ ഒരു രൂപം വരച്ചുണ്ടാക്കുക എന്നുള്ളതാണ് FBI ഒരു രീതി. അതോടൊപ്പം ആ കൊലയാളിയുടെ മനഃശാസ്ത്രം, കൊലയാളിയുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ പ്രൊഫഷൻ, അയാൾ ഇടപെടാൻ സാധ്യതയുള്ള മേഖലകൾ, ഇതെല്ലാം പ്രൊഫൈലിന്റെ ഭാഗമാക്കുക. വളരെ സമഗ്രമായ ഒരു വർക്കാണ് FBI അവിടെ ചെയ്യുന്നത്. FBI ആ വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുന്നിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അവർ നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ അഡീഷണലായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആ ബോഡിയിൽ കണ്ട പെട്രോളിന്റെ ഗന്ധമാണ്. പെട്രോൾ ഉപയോഗിച്ച് ആ ബോഡി ശരിക്കും നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ ആ ബോഡിയിൽ നിന്ന് ലഭിക്കുമായിരുന്ന സകല വിരൽ അടയാളങ്ങളും അപ്രത്യക്ഷമാവുകയാണ്. പെട്രോൾ ഉപയോഗിച്ച് ബോഡി തുടച്ച് വൃത്തിയാക്കിയാൽ അടയാളങ്ങൾ നശിപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യമുള്ള ആരോ ഒരാൾ ആകണം ആ കൊല നടത്തിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് FBI ആ പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ആ കൊല നടന്നിരിക്കുന്നത് മറ്റെവിടെയോ വെച്ചാണ്. ആ കൊല നടത്തിയ സ്ഥലത്ത് വളരെ ഭംഗിയായി ആ കൊല നടത്തിയതിന് ശേഷം ആ ബോഡി അവിടെ വെച്ച് തന്നെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ പാർക്കിൽ കൊണ്ടുചെന്ന് ഇട്ടത്. പാർക്കിൽ വെറുതെ കൊണ്ടുവന്ന് ഇടുകയായിരുന്നില്ല. ശരിക്കും അവിടെ ഒരു പ്രതിമ കിടക്കുന്നത് പോലെ പോസ്റ്റ് ചെയ്ത് ഇടുകയായിരുന്നു. കാണുന്ന ഏതൊരാൾക്കും ആ സ്ത്രീ നഗ്നയായി ആ പുൽത്തകിടിയിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നേ തോന്നാവൂ. അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് കൊല നടത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ് FBI ഒരു പ്രൊഫൈൽ തയ്യാറാക്കുന്നത്. ഏത് പ്രൊഫഷണൽ ആളായിരിക്കും കൊല നടത്തിയത്? ആ നിഗമനമാണ് FBI നടത്തേണ്ടത്. ആ നിഗമനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ലോസ് ആഞ്ചൽസ് പോലീസിന് ആ മേഖലയിലുള്ള ആളുകളിലേക്ക് കടക്കാൻ പറ്റൂ. FBI പ്രൊഫൈൽ ശരിക്കും കൺഫ്യൂസിംഗ് ആയിട്ടാണ് തുടർന്നുണ്ടായത്. വളരെ ഷാർപ്പായി കത്തി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ് കൊല നടത്തിയെന്നുള്ള കാര്യത്തിൽ പോലീസിനോ FBIക്കോ തുടക്കത്തിലെ സംശയമില്ല. FBI ആത്യന്തികമായി എത്തിച്ചേർന്നിരിക്കുന്നത് എലിസബത്ത് ഷോർട്ടുമായി മുൻ പരിചയമുള്ള ഒരാളാകണം അവളെ കൊന്നതെന്നാണ്. ആ ആൾക്ക് അവളെക്കാൾ പൊക്കമുണ്ടാകണം. ആ ആളിന് ഈ പറഞ്ഞ പോലെ സർജിക്കൽ ബ്ലേഡുകൾ ഉപയോഗിച്ച് തഴക്കവും പഴക്കവും ഉണ്ടാകണം. ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കക്ഷി ആയിരിക്കണം അത് ചെയ്തത്. എലിസബത്ത് സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ ആ സുന്ദരിയായ എലിസബത്തിന് ഇഷ്ടം തോന്നാനുള്ള ഒരു ബോഡിയുള്ള, സൗന്ദര്യമുള്ള, ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കണം ഈ കൊലപാതകത്തിന്റെ പിന്നിൽ. പ്രൊഫഷണലായി ജോലി ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, പൊക്കമുണ്ടാകണം, എലിസബത്തിനെ ആകർഷിക്കത്തക്ക സൗന്ദര്യം ഉണ്ടാകണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് തഴക്കവും പഴക്കവും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാള് ആയിരിക്കണം എലിസബത്ത് ഷോർട്ടിനെ കൊന്നത്. ലോസ് ആഞ്ചൽസ് പോലീസിന് വേണ്ടി FBI ആ കൊലപാതകിയുടെ പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രങ്ങൾ ശരിക്കും ഈ വാർത്തയെ സെൻസേഷണലാക്കുന്ന ഒരു പേര് റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു ഹോളിവുഡ് സിനിമയാണ് ബ്ലൂ ഡാലിയ. ആ ബ്ലൂ ഡാലിയ എന്ന സിനിമയുടെ പേരുമായി കണക്ട് ചെയ്തുകൊണ്ട് എലിസബത്ത് ഷോർട്ടിനെ പത്രങ്ങൾ ഒന്ന് അവതരിപ്പിച്ചതാണ്. എലിസബത്തിന് നല്ല നീളമുള്ള കറുത്ത തലമുടിയാ ഉള്ളത്. അതോടൊപ്പം എലിസബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവള് മിക്കവാറും എല്ലാ സമയത്തും കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളെ ധരിക്കുക. കറുത്ത വസ്ത്രം ധരിച്ച കറുത്ത തലമുടിയുള്ള ആ പെൺകുട്ടിക്ക് പത്രങ്ങൾ ഒരു പേരിട്ടു, ബ്ലാക്ക് ഡാലിയ. ആ പേര് ആദ്യമായി പ്രിന്റ് ചെയ്ത് വന്ന ആ ദിവസം മുതൽ സകല പത്രങ്ങളും ആ പേര് ആവർത്തിച്ചു തുടങ്ങി. ബ്ലാക്ക് ഡാലിയ കേസ് എന്നായി പത്രങ്ങളിലെ വാർത്തകൾ. അങ്ങനെ ബ്ലാക്ക് ഡാലിയ കേസിനെ കുറിച്ച് പത്രങ്ങളിൽ ഇഷ്ടംപോലെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജനുവരി 21 ദ എക്സാമിനർ എന്ന പത്രത്തിലേക്ക് ഒരു കവർ വരുന്നത്. ആ കവറിനകത്ത് ഒരു പോയമുണ്ട്. അതോടൊപ്പം ഗൂഢഭാഷയിൽ എഴുതിയ ഒരു മെസ്സേജുമുണ്ട്. ആ ഗൂഢഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ കത്തിന്റെ അടിയിൽ ഒരു ആള് സൈൻ ചെയ്തിരിക്കുകയാണ്, ബ്ലാക്ക് ഡാലിയ അവഞ്ചർ. ആ സിഗ്നേച്ചറിന്റെ അടിയിൽ അയാൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. ബ്ലാക്ക് ഡാലിയ എന്ന പേര് പത്രങ്ങൾ ശരിക്കും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് 2-3 ദിവസമേ ഉള്ളൂ. ആ പേരുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ആ കത്ത് എഴുതിയിരിക്കുന്ന ആള് അയാളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗൂഢഭാഷ ഡീകോഡ് ചെയ്ത പോലീസിന് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി.
അയാളാണ് എലിസബത്ത് ഷോർട്ട് എന്ന ബ്ലാക്ക് ഡാലിയെ കൊന്നത്. അയാൾ എത്രയും പെട്ടെന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങി. വളരെ വ്യക്തമാണ് ആ വരികൾ. അതോടൊപ്പം സുന്ദരമായ ഒരു കവിതയുമുണ്ട്, ഒരു മനോഹരമായ കവിത. ആ കവിതയും ഈ കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഒറ്റനോട്ടത്തിൽ പോലീസ് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആ കവിതയും ലെറ്ററും FBI ഹാൻഡ് ഓവർ ചെയ്തു. അവര് ഈ കൊലപാതകിയുടെ പ്രൊഫൈല് തയ്യാറാക്കുന്ന ആ പരിപാടിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ആ കവിതയും ആ ലെറ്ററും സഹായിക്കുമെന്ന് ലോസ് ആഞ്ചലസ് പോലീസിന് അറിയാവുന്നതുകൊണ്ടാണ് അവരത് FBI ഹാൻഡ് ഓവർ ചെയ്തത്. FBI ആ കത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനുവരി 24-ന് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കവർ ലഭിക്കുന്നത്. ആ കവറിനകത്ത് എലിസബത്ത് ഷോർട്ടിന്റെ വസ്ത്രങ്ങളാണ് ഉള്ളത്. വസ്ത്രങ്ങൾക്ക് പുറമെ എലിസബത്തിന്റെ ഫോട്ടോഗ്രാഫ്സ്, എലിസബത്ത് ഹോളിവുഡിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവളുടെ പേരടിച്ച ബിസിനസ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ കാർഡുകൾ, പിന്നെ ഹാൻസൺ എന്ന് എഴുതിയ ഒരു ബുക്ക്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഈ കവറിനും ആദ്യത്തെ കവറിനും വ്യക്തമായ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് കവറും പെട്രോൾ ഉപയോഗിച്ച് ശരിക്കും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ ആ എലിസബത്ത് ഷോർട്ടിന്റെ ബോഡിയിൽ പെട്രോൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയതുപോലെ ഈ കവറുകളും വൃത്തിയാക്കിയിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള വിരൽ അടയാളവും അതിൽ നിന്ന് പോലീസിന് ലഭിക്കരുതെന്ന് അത് അയച്ച വ്യക്തിക്ക് നിർബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ആ കത്തുകളിലെ കൈയക്ഷരവും സ്വാഭാവികമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനായി അത് FBI ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത്തെ കവർ വരുന്നത്. ആ കവർ ലഭിക്കുന്നത് ലോസ് ആഞ്ചലസ് എക്സാമിനറിനാണ്. എലിസബത്ത് ഷോർട്ടിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ആ കത്തിനകത്തുള്ളത്. അവരുടെ ബോഡിയിൽ ഏതൊക്കെ മുറിവുകളാണ് ഉള്ളതെന്നും ആ മുറിവുകൾ എങ്ങനെയാണ് വരുത്തിയെന്നൊക്കെ വിശദമായി ആ കത്തിൽ പ്രതിപാദിക്കുകയാണ്. അതിന് പുറമെ വളരെ നിർണായകമായ ഒരു കാര്യം കൂടി ആ കത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രൈം നടന്ന സീൻ എങ്ങനെയാണെന്നാണ് ആ കത്തിനകത്ത് സൂചിപ്പിക്കുന്നത്. ക്രൈം നടന്ന സീനിലെ മുറിക്ക് എത്ര വലിപ്പമുണ്ടെന്നും അവിടെ വെച്ച് എങ്ങനെയാണ് എലിസബത്ത് ഷോർട്ടിനെ കട്ട് ചെയ്ത് നോക്കിയാണ് ആ കത്തിനകത്തുള്ള സൂചന. ആ കത്തും സ്വാഭാവികമായിട്ടും ലോസ് ആഞ്ചലസ് പോലീസ് ആ പത്രത്തിൽ നിന്ന് കളക്ട് ചെയ്ത് FBI ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പോൾ FBI കയ്യിൽ 3 കത്തുകളുണ്ട്. ആ 3 കത്തിലുമുള്ള കൈയക്ഷരം ഒറ്റ നോട്ടത്തിൽ തന്നെ സാമ്യമുള്ളതാണ്. ഇനി ആ കത്തുകൾ എഴുതിയത് ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി. ഇതിനിടയിലാണ് FBI ആ പ്രൊഫൈൽ പൂർത്തീകരിക്കപ്പെട്ടത്. FBI ആ പ്രൊഫൈൽ പിക്ചറിംഗ് പൂർത്തീകരിക്കപ്പെട്ടതും ലോസ് ആഞ്ചലസ് പോലീസ് ആ ശൈലിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് അവർ ഒരു പേരിലേക്ക് എത്തുന്നത്. ഡോക്ടർ ജോർജ് ഹൈഡൽ എന്ന വ്യക്തിയിലേക്ക് പോലീസ് എത്തുന്നത് അങ്ങനെയാണ്. FBI-യും ലോസ് ആഞ്ചലസ് പോലീസും സംയുക്തമായി നടത്തുന്ന അന്വേഷണമായതുകൊണ്ട് അവർ ഡോക്ടർ ജോർജ് ഹൈഡലിന്റെ വീട്ടിലെത്തി. 37 വയസ്സ് പ്രായമുള്ള സുമുഖനായ ജോർജ് ഹൈഡൽ FBI ആ പ്രൊഫൈലിൽ പറയുന്നത് പോലെ എലിസബത്ത് ഷോർട്ടിനേക്കാൾ പൊക്കമുണ്ട്, സുന്ദരനാണ്, ഒരു സർജനാണ്, പിന്നെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ശൈലിയിൽ മനോഹരമായി സംസാരിക്കുന്ന വ്യക്തിയുമാണ്. ഡോക്ടർ ജോർജ് ഹൈഡല് ആണോ കുറ്റവാളി എന്നറിയാൻ പോലീസിന് ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. അത് കുറ്റവാളി ആദ്യം ദി എക്സാമിനർ എന്ന പത്രത്തിലേക്കും രണ്ടാമത് ജനുവരി 24-ന് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അയച്ച കത്തുകൾ ഇപ്പൊ പോലീസിന്റെ കൈവശമുണ്ട്. ആ കത്തുകളിലെ കൈയക്ഷരവും ജോർജ് ഹൈഡലിന്റെ കൈയക്ഷരവും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ ജോർജ് ഹൈഡലാണോ കുറ്റവാളി എന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. കൈയക്ഷര വിദഗ്ധന്മാർ ഒരുപാട് ആ മേഖലയിലുണ്ട്. അവരുടെ സഹകരണത്തോടുകൂടി ജോർജ് ഹൈഡലിന്റെ കൈയക്ഷരങ്ങളും ആ 2 കത്തുകളിലായി ലഭിച്ച കൈയക്ഷരവും ഒന്ന് താരതമ്യം ചെയ്തു. പോലീസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉത്തരം അവർക്ക് കിട്ടി. ആ കത്തുകൾ എഴുതിയിരിക്കുന്നത് ജോർജ് ഹൈഡലാണ്. ശരിക്കും സെൻസേഷണലായ ഒരു വാർത്തയായി അതങ്ങ് മാറി. ഹോളിവുഡ് സ്വപ്നം കാണുന്ന എലിസബത്ത് ഷോർട്ട് എന്ന ആ സുന്ദരി കൊല്ലപ്പെട്ടത് ഡോക്ടർ ജോർജ് ഹൈഡലിന്റെ കയ്യാലാണെന്നുള്ള വാർത്തയാണ് പത്രങ്ങൾ വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എലിസബത്ത് ഷോർട്ട് മരണപ്പെട്ട സമയം സൂചിപ്പിച്ചിട്ടുണ്ട്. ബോഡി ലഭിക്കുന്നതിനും ഏകദേശം ഒരു 10-14 മണിക്കൂർ മുമ്പെങ്കിലും എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനുവരി 14-ന് വൈകുന്നേരമോ രാത്രിയിലോ ആകണം എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെട്ടത്. ആ കാര്യം പോലീസിന് അറിയാം. ഡോക്ടർ ജോർജ് ഹൈഡലാണ് എലിസബത്ത് ഷോർട്ടിനെ കൊന്നതെങ്കിൽ എവിടെ വെച്ചായിരിക്കും എലിസബത്തിനെ കൊന്നത്? ഹൈഡലിന്റെ ക്ലിനിക്ക് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരാളെ മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രക്തമൊക്കെ അവിടെ ചിതറണമല്ലോ. അങ്ങനെ ഒരു കാഴ്ച ആ ക്ലിനിക്കിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. ക്ലിനിക്ക് അരിച്ചു പറക്കിയിട്ടും അവിടെ നിന്ന് ഒരു സൂചന ലഭിക്കാതെ വന്നതും FBI ഡോക്ടർ ജോർജ് ഹൈഡലിന്റെ വീട് അരിച്ചു പറക്കി തുടങ്ങി. ആ വീട്ടിലെ എല്ലാ മുറികളും വ്യക്തമായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പൊടി പോലും ഇല്ലാത്ത മനോഹരമായ മുറികളാണ്.
ആ മുറികളൊക്കെ അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് FBI ശ്രദ്ധയിൽ ഒരു അഡീഷണൽ മുറി പെടുന്നത്. ജോർജ് ഹൈഡലിന്റെ ഗവേഷണങ്ങൾക്ക് വേണ്ടി മാത്രമായി ഹൈഡൽ ഉപയോഗിക്കുന്ന ഒരു മുറിയാണത്. ആ മുറി FBI തുറന്നു. ആ മുറി പലതരത്തിലുമുള്ള സർജറി ആക്ടിവിറ്റീസിന് വേണ്ടി താൻ ഉപയോഗിക്കാറുണ്ടെന്ന് ആ മുറി തുറന്നപ്പോൾ തന്നെ ഹൈഡൽ FBI വ്യക്തമാക്കുകയും ചെയ്തു. ആ മുറിയിൽ രക്തത്തിന്റെ പാടുകൾ ഉണ്ട്. ആ രക്തത്തിന്റെ പാടിനുള്ള കാരണവും ഹൈഡൽ വ്യക്തമാക്കി. അയാൾ ചില ആക്ടിവിറ്റീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. FBI ശരിക്കും കാര്യമായിട്ട് തന്നെ ആ മുറിയുടെ മുക്കും മൂലയും പരിശോധിച്ചു. രക്തം ചുവരിലും തറയിലൊക്കെ തെറിച്ചതിന്റെ പാട് അവിടെയുണ്ട്. ആ രക്തം എലിസബത്ത് ഷോട്ടുമായി കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് FBI നോക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫോറൻസിക് വിദഗ്ധർ തുടക്കം മുതൽ FBI-ക്കൊപ്പമുണ്ട്. അവര് അവിടെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. ഡോക്ടർ ജോർജ് ഹൈഡലിന്റെ ആ വീട്ടിലെ ആ മുറിക്കുള്ളിൽ എലിസബത്ത് ഷോട്ടിന്റെ രക്തമുണ്ടോ എന്നതാണ് അവർക്ക് അറിയേണ്ടത്. വിശദമായ പരിശോധനയ്ക്ക് അവിടെ നിന്ന് കിട്ടിയ രക്ത സാമ്പിളുകൾ ഉപയോഗിച്ചെങ്കിലും എലിസബത്ത് ഷോട്ടിന്റെ രക്തവുമായി മാച്ച് ചെയ്യിക്കാൻ FBI-ക്ക് പറ്റിയില്ല. FBI ഡോക്ടർ ജോർജ് ഹൈഡൽ എന്ന വ്യക്തിയുമായി കണക്ട് ചെയ്ത് ശരിക്കും ഒത്തിരി ദൂരം ഓടുമ്പോൾ തികച്ചും നിരാശാജനകമായ ഒരു റിസൾട്ടാണ് ആ സമയത്ത് FBI-ക്ക് കിട്ടിയത്. ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ കൊല നടന്ന ദിവസം ലോസ് ആഞ്ചൽസിൽ നിന്ന് ഒത്തിരി ദൂരെയുള്ള സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു മെഡിക്കൽ സെമിനാറിൽ ഡോക്ടർ ജോർജ് ഹൈഡൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വാർത്തയാണ് FBI-ക്ക് ലഭിക്കുന്നത്. ഒരുപാട് ആളുകൾ പങ്കെടുത്ത സെമിനാറാണ്. ആ സെമിനാറിലെ ഒരു പാർട്ടിസിപ്പന്റ് മാത്രമാണ് ഡോക്ടർ ജോർജ് ഹൈഡൽ. ആ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ഫോട്ടോ എടുക്കുന്ന പതിവ് ആ സെമിനാർ നടത്തിപ്പുകാർക്കില്ല. പക്ഷേ ആ സെമിനാർ നടത്തിപ്പുകാർ ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട്. ആ രജിസ്റ്ററിൽ ഡോക്ടർ ജോർജ് ഹൈഡൽ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അന്ന് നടന്ന ഫംഗ്ഷനിൽ ജോർജ് ഹൈഡൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏക തെളിവ് ആ രജിസ്റ്റർ മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എലിസബത്ത് ഷോട്ട് മരണപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ ആ സെമിനാറിൽ ഡോക്ടർ ജോർജ് ഹൈഡൽ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജോർജ് ഹൈഡലിന് മുകളിലുള്ള സംശയം FBI-ക്ക് വിടേണ്ടി വരും. അത് തന്നെ സംഭവിച്ചു. എല്ലാ ദിവസവും ബ്ലാക്ക് ഡാലിയുമായി ബന്ധിപ്പിച്ച അനവധി കഥകളാണ് വരുന്നത്. ഡോക്ടർ ജോർജ് ഹൈഡൽ എന്ന വ്യക്തിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്ന FBI-യും ലോസ് ആഞ്ചലസ് പോലീസും അന്വേഷണം മറ്റ് ആളുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ നിമിഷത്തിലാണ്. എലിസബത്ത് ഷോട്ടിനെ പരിചയമുള്ള വ്യക്തികളിലേക്കും എലിസബത്ത് ഷോട്ടിനെ കാണാതായ ജനുവരി 14 അവരെ അവസാനമായി കണ്ട ആളുകളിലേക്കും ഒക്കെ അന്വേഷണം പതുക്കെ തിരിയുകയാണ്. കുറേ ദിവസം ഡോക്ടർ ജോർജ് ഹൈഡൽ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് മാത്രം പത്രങ്ങളും ലോസ് ആഞ്ചലസ് പോലീസും FBI-യും കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ ബാക്കി ആളുകൾ അവർക്ക് വിട്ടുപോയിരുന്നു. ആ ആളുകളിലേക്കായി തുടർന്ന് അന്വേഷണം. ശരിക്കും പോലീസ് അവരുടെ അന്വേഷണത്തിൽ ഒരു ദിശയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ രണ്ടാമത്തെ തവണ അവർക്ക് ലഭിച്ച ആ പ്രധാന തെളിവ് ഒരു കുറച്ച് ദിവസത്തേക്ക് മറന്നുപോയിരുന്നു. പോലീസിന് ജനുവരി 21 ദി എക്സാമിനർ എന്ന പത്രത്തിൽ ലഭിച്ചതുപോലെ ജനുവരി 24 ഒരു കവർ ലഭിച്ചിരുന്നു. ആ കവറിൽ ഉണ്ടായിരുന്നത് എലിസബത്ത് ഷോട്ടിന്റെ വസ്ത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകളൊക്കെയാണ്. ആ ഡേറ്റകൾക്കൊപ്പം ഹാൻസൺ എന്ന വ്യക്തിയുടെ ഒരു പുസ്തകവും ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധ പെട്ടെന്നാണ് മാറുന്നത്. സ്വാഭാവികമായും പോലീസ് ഹാൻസന്റെ അടുത്തെത്തി. ഹാൻസൺ നേരത്തെ എലിസബത്ത് ഷോട്ടുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം ഇടയ്ക്ക് അടിച്ചു പിരിഞ്ഞിരുന്നു. ആ വിവരങ്ങളൊക്കെ അവൻ പറഞ്ഞു. ഈ ഡ്രസ്സുകളൊക്കെ അവന്റെ കൈവശം ഉണ്ടായിരുന്നു തന്നെയാണ്. അതല്ലാതെ എലിസബത്ത് ഷോട്ടിന്റെ മരണത്തിലേക്ക് ഹാൻസനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നും പോലീസിന് കിട്ടിയില്ല. പോലീസ് ഹാൻസന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഒരു അശ്രദ്ധ കാണിച്ചതെങ്കിലും ഇപ്പോൾ കുറെ കൂടി ശ്രദ്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഹാൻസൺ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണ് അതിനെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ എലിസബത്ത് ഷോട്ടിനെ അവസാനമായി കണ്ട ആളുകളിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തി. ശരിക്കും പോലീസ് അവരുടെ അന്വേഷണത്തിൽ ഒരു ദിശയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിന്നപ്പോൾ രണ്ടാമത്തെ തവണ അവർക്ക് ലഭിച്ച ആ പ്രധാന തെളിവ് ഒരു കുറച്ച് ദിവസത്തേക്ക് മറന്നുപോയിരുന്നു. പോലീസിന് ജനുവരി 21 ദി എക്സാമിനർ എന്ന പത്രത്തിൽ ലഭിച്ചതുപോലെ ജനുവരി 24 ഒരു കവർ ലഭിച്ചിരുന്നു. ആ കവറിൽ ഉണ്ടായിരുന്നത് എലിസബത്ത് ഷോട്ടിന്റെ വസ്ത്രങ്ങളും അവരുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകളൊക്കെയാണ്. ആ ഡേറ്റകൾക്കൊപ്പം ഹാൻസൺ എന്ന വ്യക്തിയുടെ ഒരു പുസ്തകവും ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധ പെട്ടെന്നാണ് മാറുന്നത്. സ്വാഭാവികമായും പോലീസ് ഹാൻസന്റെ അടുത്തെത്തി. ഹാൻസൺ നേരത്തെ എലിസബത്ത് ഷോട്ടുമായി പ്രണയത്തിലായിരുന്നു. ആ പ്രണയം ഇടയ്ക്ക് അടിച്ചു പിരിഞ്ഞിരുന്നു.
ആ വിവരങ്ങളൊക്കെ അവൻ പറഞ്ഞു. ഈ ഡ്രസ്സുകളൊക്കെ അവൻ്റെ കൈവശം ഉണ്ടായിരുന്നത് തന്നെയാണ്. അതല്ലാതെ എലിസബത്ത് ഷോർട്ടിൻ്റെ മരണത്തിലേക്ക് ഹാൻസനെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നും പോലീസിന് കിട്ടിയില്ല. പോലീസ് ഹാൻസന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ഒരു അശ്രദ്ധ കാണിച്ചതെങ്കിലും ഇപ്പോൾ കുറെ കൂടി ശ്രദ്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഹാൻസൺ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണ്, അതിനെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ എലിസബത്ത് ഷോർട്ടിനെ അവസാനമായി കണ്ട ആളുകളിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തി. അവസാനം എലിസബത്ത് ഷോർട്ടിനെ കണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് റോബർട്ട് മാൻലി എന്നാണ്. FBI ലഭിച്ച ആദ്യത്തെ കത്തിൽ വളരെ വ്യക്തമായി ആ സൂചനയുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു ക്ലൂ തരാം, അതാണ് RM എന്നാണ് ആ കത്തി പറഞ്ഞത്. റോബർട്ട് മാൻലി എന്ന ആ വ്യക്തിയുടെ ഷോർട്ട് നെയിമാണല്ലോ RM. റോബർട്ട് മാൻലിയിലേക്ക് FBI അന്വേഷണം എത്തിയപ്പോൾ ആദ്യം ലഭിച്ച, അതായത് എക്സാമിനർ എന്ന പത്രത്തിന് ജനുവരി 21 ലഭിച്ച ആ കത്തിലെ ആ വാചകം FBIയുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം, ആ ക്ലൂ RM ആണ് എന്നാണ് ആ ഗൂഢ ലെറ്ററുകളിൽ എഴുതിയിരുന്ന ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത്. RM എന്ന് പറഞ്ഞാൽ റോബർട്ട് മാൻലി എന്ന് നമുക്ക് വലുതാക്കാമല്ലോ. റോബർട്ട് റെഡ് മാൻലി 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ റോബർട്ട് മാൻലിയും എലിസബത്ത് ഷോർട്ടും ശരിക്കും പ്രണയിച്ചിരുന്ന ആളുകളുമാണ്. ഈ കൊലപാതകമൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ പ്രണയം അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 1946 അവർ തമ്മിൽ പരിചയത്തിലാവുന്നത്. എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെടുന്നതിന് മുന്നേ ജനുവരി 9 ഈ റോബർട്ട് മാൻലി എലിസബത്ത് ഷോർട്ടിനെ കണ്ടിട്ടുണ്ട്. അത് ലോസ് ആഞ്ചൽസിലെ ബാൾട്ടിമർ ഹോട്ടൽ വെച്ചാണ്. ആ ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന എലിസബത്തിനെ ജനുവരി 9 റോബർട്ട് മാൻലി കൂടെ കൂട്ടുകയും ആ ദിവസം മുഴുവൻ പല സ്ഥലങ്ങളിൽ കറങ്ങുകയും ചെയ്തതിനു ശേഷം രാത്രി 9:30 അയാൾ എലിസബത്തിനെ ആ ഹോട്ടലിൽ കൊണ്ടുവിടുകയും ചെയ്തിരുന്നു. അക്കാര്യം അയാൾ സമ്മതിച്ചു. അയാളെ വിശദമായി ചോദ്യം ചെയ്യാനായി FBI-യും ലോസ് ആഞ്ചൽസ് പോലീസും അയാളെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അയാളെ ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ പോലീസിന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടത് അയാളുടെ ഒരു കൂസലില്ലായ്മയാണ്. എലിസബത്ത് ഷോർട്ടുമായി കുറച്ചു കാലം പ്രണയത്തിലായിരുന്ന വ്യക്തിയാണ് റോബർട്ട് മാൻലി. എന്നിട്ടും അയാൾക്ക് എലിസബത്തിന്റെ മരണത്തിൽ വിഷമമൊന്നും ഉള്ളതായി പോലീസിന് കാണാൻ പറ്റിയില്ല. അത് സ്വാഭാവികമായും ഒരു സംശയം പോലീസിലുണ്ടാക്കി. അതും മാത്രമല്ല, അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കഥകൾ പലപ്പോഴും രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. ഒരു ഉത്തരത്തിലും അവൻ ഉറച്ചു നിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ടും FBI-യുടെ സംശയം അവനിൽ കൂടി വരികയാണ്. അതിന് പുറമെയാണ് അവൻ നൽകിയ അലിബി. ഈ കൊല നടന്ന ജനുവരി 14 വൈകുന്നേരം മുതൽ അവൻ എവിടെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് അവനൊരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ വിശ്വസനീയതയിലും പോലീസിന് സംശയമുണ്ട്. പോലീസിനോട് സംസാരിക്കുന്നിടയിൽ മാൻലി ഒരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു. ഒന്നാമത്തെ നിലയിലാണ് യഥാർത്ഥത്തിൽ എലിസബത്ത് ഷോർട്ട് മുറിയെടുത്തിരുന്നെങ്കിലും അവളെ 10ാമത്തെ നിലയിൽ വെച്ചും താൻ കണ്ടു എന്നാണ് മാൻലി പോലീസിനോട് പറഞ്ഞത്. 10ാമത്തെ നിലയിൽ എലിസബത്ത് ഷോർട്ട് എന്തിനായിരിക്കാം പോയത്? അവിടെ അവൻ ആരെ കാണാനാ പോയത്? 10ാമത്തെ നിലയിൽ താമസമുണ്ടായിരുന്ന ആർക്കെങ്കിലും എലിസബത്തുമായി ബന്ധമുണ്ടോ? ആ വിവരം അറിയാൻ വേണ്ടി FBI ആ ദിവസം 10ാമത്തെ നിലയിൽ താമസിച്ചിരുന്ന ആളുകളുടെ ഡേറ്റയ്ക്ക് എടുത്തു. അവരെ കണ്ടു, അവരെ വിശദമായ ചോദ്യം ചെയ്യൽ വിധേയമാക്കിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നിലേക്കും നയിക്കാൻ ആ അന്വേഷണം FBI സഹായിച്ചില്ല. റോബർട്ട് മാൻലിയിൽ യഥാർത്ഥത്തിൽ FBI-ക്കും ലോസ് ആഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും സംശയമുണ്ട്. ആ സംശയം തീർക്കാൻ വേണ്ടി അവർ ഈ റോബർട്ട് മാൻലിയെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. നുണപരിശോധന. ആ നുണപരിശോധന അവൻ പാസ്സായി. അതോടുകൂടി റോബർട്ട് മാൻലിയെ കേസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ FBI-യും ലോസ് ആഞ്ചൽസ് പോലീസും ഏതാണ്ട് ബാധ്യസ്ഥരാവുകയാണ്. എലിസബത്ത് ഷോർട്ടിനെ കൊന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് FBI-ക്കും ലോസ് ആഞ്ചൽസ് പോലീസിനും തോന്നിയ ആളുകളെ ഒന്നൊന്നായി അവർ കോർണർ ചെയ്ത് വരുമ്പോൾ അവർ ഓരോരുത്തരും ആ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തു കിടക്കുകയാണ്. ഇതിനിടയിലാണ് ചില സാഹചര്യ തെളിവുകൾ മറ്റൊരു ചെറുപ്പക്കാരനെ പോലീസിന്റെ കൺമുന്നിൽ എത്തിച്ചത്. ജാക്ക് ആൻഡേഴ്സൺ വിൽസൺ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. കൊല്ലപ്പെട്ട എലിസബത്ത് ഷോർട്ടും ജാക്ക് ആൻഡേഴ്സൺ വിൽസണും
സുഹൃത്തുക്കളായിരുന്നു എന്ന് മാത്രവുമല്ല, അവര് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുമാണ്. രണ്ടുപേരും ഹോളിവുഡിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. രണ്ടുപേർക്കും തമ്മിൽ ഒരു അടുപ്പമുണ്ടായിരുന്നുവെന്നും പലരും പോലീസിനോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൻഡേഴ്സനെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. പോലീസിന് അറിയേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്. എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെട്ട ആ ദിവസം ആൻഡേഴ്സൺ എവിടെയായിരുന്നു എന്നാണ് പോലീസിന് അറിയേണ്ടത്. അതിന് ആൻഡേഴ്സൺ ഒരു കഥ പറഞ്ഞു. ആ കഥ പോലീസ് പരിശോധിച്ചപ്പോൾ ആ കഥയിൽ പറയുന്നത് പോലെ ആൻഡേഴ്സൺ ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പോലീസ് ആൻഡേഴ്സണോട് ആ കാര്യം ഒന്നുകൂടെ തിരക്കി. അപ്പൊ ആൻഡേഴ്സൺ താൻ വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞു. പോലീസ് അതിനെക്കുറിച്ച് തിരക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥരെ ആ ഭാഗത്തേക്ക് വിട്ടു. ഇതിനിടയിൽ ആൻഡേഴ്സൺ എലിസബത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞെങ്കിലും അത് അയാൾ വീണ്ടും വീണ്ടും മാറ്റി പറയുകയാണ്. അയാൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതേയില്ല. ആൻഡേഴ്സന്റെ മറുപടികൾ പലതും കറക്റ്റ് അല്ലാതെ വന്നതും കൈയക്ഷര വിദഗ്ധരെ FBI ആൻഡേഴ്സന്റെ കൈയക്ഷരം ചെക്ക് ചെയ്യാനായി ഏൽപ്പിച്ചു. ആൻഡേഴ്സനെ കൊണ്ട് എഴുതിപ്പിച്ച് ആ എഴുത്തും നേരത്തെ ലോസ് ആഞ്ചൽസിൽ പത്രത്തിനും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിച്ച ആ കത്തുകളിലെ കൈയക്ഷരം തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഒരു സാമ്യം പോലീസിന് കിട്ടി. ആൻഡേഴ്സന് ഈ കൊലപാതകവുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ഒരു തോന്നൽ പോലീസിന് ഉണ്ടായപ്പോൾ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെ കൂടി പോലീസ് രംഗത്തിറക്കി. ഫിംഗർ പ്രിന്റുകൾ മായ്ച്ചു കളയാനായി വിദഗ്ധമായ ഒരു തയ്യാറെടുപ്പ് തന്നെ കൊലപാതകി നടത്തിയിരുന്നു. അത് ആ കൊലപാതക സീനിലും ബോഡിയിലും മാത്രമല്ല, അയച്ച കത്തുകളിലൊക്കെ അത് വിസിബിളാണ്. പക്ഷേ ആ കത്തുകളിൽ പെട്രോൾ ഉപയോഗിച്ച് സകല രീതിയിലും ഒരു ക്ലീനിങ് നടത്തിയെങ്കിലും അതിൽ നിന്ന് വളരെ വിദഗ്ധമായി ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ചില വിരൽ അടയാളങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ആ വിരൽ അടയാളങ്ങളും ഈ ആൻഡേഴ്സന്റെ വിരൽ അടയാളങ്ങളും തമ്മിൽ സാമ്യമുള്ളതായി ഒരു കണ്ടെത്തൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധർ നടത്തുന്നത് ഈ സമയത്താണ്. അപ്പോൾ ഫിംഗർ പ്രിന്റിൽ സാമ്യമുണ്ട്, കൈയക്ഷരത്തിൽ സാമ്യമുണ്ട്. എലിസബത്ത് ഷോർട്ട് കൊല്ലപ്പെട്ട ദിവസം ആൻഡേഴ്സൺ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ആ കഥയിൽ സംശയമുണ്ട്. സ്വാഭാവികമായിട്ടും FBIയുടെയും ലോസ് ആഞ്ചൽസ് പോലീസിന്റെയും സംശയദൃഷ്ടി ആൻഡേഴ്സണിലേക്ക് പതിഞ്ഞു. ഈ സമയത്താണ് ആൻഡേഴ്സന്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി പോലീസിന് ഒരു രഹസ്യ മൊഴി നൽകിയത്. ഡാലിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ആൻഡേഴ്സൺ നടത്തിയ ചില കമന്റുകൾ സംശയാസ്പദമാണെന്നാണ് ആ പെൺകുട്ടി പോലീസിന് നൽകിയ രഹസ്യമൊഴി സൂചിപ്പിച്ചത്. സ്വാഭാവികമായും പോലീസിന്റെ കണ്ണുകൾ ആൻഡേഴ്സണിലേക്ക് തിരിഞ്ഞെങ്കിലും ചോദ്യം ചെയ്തതിനു ശേഷം ആൻഡേഴ്സനെ അവർ വിട്ടു. ചോദ്യം ചെയ്യാൻ ഇനിയും വിളിപ്പിക്കുമെന്നും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നുമാണ് ആൻഡേഴ്സനോട് പോലീസ് പറഞ്ഞത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിൽ ആൻഡേഴ്സൺ ഒരു തീപിടുത്തത്തിനിടയിൽ പെട്ടുപോയി. ഒരു വീട് കത്തിയപ്പോൾ ആ വീടിൽ കത്തിക്കരിഞ്ഞ ആളുടെ കൂട്ടത്തിൽ ആൻഡേഴ്സനും ഉണ്ട്. പോലീസ് വളരെ വളരെ ശ്രദ്ധാപൂർവം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംശയിക്കാൻ അവർക്ക് കിട്ടിയ ഏക കക്ഷിയായ ആൻഡേഴ്സൺ അങ്ങനെ ആ തീയിൽപ്പെട്ട് മരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു ഡോക്ടറെയും FBI അന്വേഷണത്തിന് വിധേയമാക്കിയിരുന്നു. പ്രണയ നൈരാശ്യം തോന്നിയ സമയത്ത് കാമുകിയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ഒരു പശ്ചാത്തലമുള്ള ഡോക്ടറാണത്. ഇവിടെയും എലിസബത്ത് ഷോർട്ടിന്റെ 2 ബ്രസ്റ്റുകളും അറുത്ത് മുറിച്ച ശൈലിയിലാണ് നമ്മൾ കാണുന്നത്. വളരെ സാമർഥ്യത്തോടുകൂടിയാണ് ആ ബ്രസ്റ്റുകൾ മുറിച്ചിരിക്കുന്നത്. ഒരു സർജറി മാത്രം കഴിയുന്ന കൈയടക്കം ആ മുറിക്കൽ പ്രക്രിയയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതും നടത്തിയത് ആ ഡോക്ടറായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ പാട്രിക്കിനെ FBI ചോദ്യം ചെയ്തെങ്കിലും അയാളെ ഈ കേസുമായി കണക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ കൊല നടന്ന ദിവസം അയാൾ സർജറി റൂമിൽ ഉണ്ടായിരുന്നുവെന്നും സർജറി ചെയ്യുകയായിരുന്നുവെന്നും ഹോസ്പിറ്റൽ റെക്കോർഡ് FBI അന്വേഷണത്തെ തടസ്സപ്പെടുത്തി. FBIയും ലോസ് ആഞ്ചൽസ് പോലീസും ശരിക്കും തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നും ആർക്കും കിട്ടിയില്ല. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ ഈ അന്വേഷണവുമായി കണക്ട് ചെയ്തിരുന്ന പല ആളുകളും മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 2003 ഡോക്ടർ ജോർജ് ഹോഡലിന്റെ മകൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഡോക്ടർ ജോർജ് ഹോഡലിന്റെ മകൻ സ്റ്റീവ് ഹോഡൽ 2003 പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അയാൾ വ്യക്തമാക്കുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. ബ്ലാക്ക് ഡാലിയ എന്ന എലിസബത്ത് ഷോർട്ടിന്റെ കൊലപാതകത്തിൽ അവന്റെ അച്ഛന് പങ്കുണ്ടെന്നാണ് ജോർജ് ഹൈഡലിന്റെ മകൻ വ്യക്തമാക്കുന്നത്. 1999 മെയ് 17 ഡോക്ടർ ജോർജ് ഹൈഡൽ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് മകൻ പുസ്തകം ഇറക്കുന്നത്. ആ പുസ്തകം എഴുതാൻ സ്റ്റീവ് ഹോഡലിനെ പ്രേരിപ്പിച്ചത് സ്റ്റീവിന്റെ മകളാണ്. സ്റ്റീവിന്റെ മകൾ അവളുടെ മുത്തച്ഛൻ പലപ്പോഴും ബ്ലാക്ക് ഡാലിയെ കുറിച്ച് പറയുന്ന ഡയലോഗുകൾ കേട്ടിട്ടുണ്ട്. അവള് ചെറുതായിരിക്കുമ്പോൾ മുതൽ മുത്തച്ഛൻ അതിനെക്കുറിച്ച് പറയുന്നത് അവിടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ വാചകങ്ങളൊക്കെ ശരിക്കും ആ ചെറുമകളുടെ സാന്നിധ്യത്തിൽ അപ്പം പറയുന്നതല്ല. അയാൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ അയാൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അത് യാദൃശ്യവശാൽ കേട്ടിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി വളർന്നു വന്നപ്പോൾ ബ്ലാക്ക് ഡാലിയെ കുറിച്ചുള്ള കഥകളൊക്കെ കേട്ടപ്പോൾ ആ ഡയലോഗുകൾ അവളൊന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോൾ മുത്തച്ഛന് ആ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് ഒരു തോന്നൽ അവൾക്കുണ്ടായി. അവൾ ആ കാര്യം അച്ഛനായ സ്റ്റീവിനോട് പറഞ്ഞു. സ്റ്റീവ് മകള് അനവധി തവണ ആ കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റീവ് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫയലുകളും FBI ഫയലുകളും വിവരാവകാശ രേഖപ്രകാരം കളക്ട് ചെയ്ത് അതിനെ ഒരു പഠനത്തിന് വിധേയമാക്കി. ഒരുപാട് ഇൻഫർമേഷൻ FBI കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റുമായി ബന്ധിപ്പിച്ചും കൈയക്ഷരവുമായി ബന്ധിപ്പിച്ചും മറ്റ് സാഹചര്യ തെളിവുകളുമായി ബന്ധിപ്പിച്ചും പ്രൊഫൈൽ മേക്കുമായി ബന്ധിപ്പിച്ചും ഒരുപാട് വിവരങ്ങളാണ് FBI ഫയലിലുള്ളത്. ആ വിവരങ്ങളിലൂടെ കടന്നുപോയ സ്റ്റീവിന് തൻ്റെ അച്ഛൻ ആ കൊലപാതകം നടത്തിയിരിക്കാനുള്ള സർവ്വസാധ്യതയും തോന്നുകയാണ്. അങ്ങനെ തോന്നിയതും സ്റ്റീവ് അവൻ്റെ അച്ഛൻ്റെ ആ മുറി, ആ രഹസ്യമുറി ഒരിക്കൽ കൂടി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ ആ മുറിക്കകത്ത് ഫോസപ്സും അതുപോലെ സർജറിക്ക് ഉപയോഗിക്കുന്ന കത്തിയൊക്കെ രഹസ്യമായി വെച്ചിരിക്കുന്നത് അപ്പോഴാണ് സ്റ്റീവിന് ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും സ്റ്റീവിന്റെ അച്ഛൻ ഡോക്ടർ ജോർജ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മുറിയിലേക്ക് സ്റ്റീവ് ഒന്നും അങ്ങനെ കടക്കാറില്ല. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ആ മുറി സ്റ്റീവും മകളും കൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഒളിച്ചു വെച്ചിരിക്കുന്ന ഫോസപ്സും അതുപോലെ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ സർജറി കത്തിയൊക്കെ കണ്ട സ്റ്റീവ് അതിനെ ഒരു ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അതിൽ രക്തത്തിന്റെ അംശമുണ്ട്. ആ രക്തം കൊല്ലപ്പെട്ട ഡാലിയുമായി കണക്റ്റഡ് ആണോ എന്നൊരു സംശയമാണ് സ്റ്റീവിനുള്ളത്. സ്റ്റീവ് പുസ്തകത്തിൽ അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ആ പുസ്തകത്തിൽ സൂചിപ്പിച്ച സ്റ്റീവ് ഈ കൊല നടന്ന ദിവസം ഡോക്ടർ ജോർജ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാനായി കൊടുത്തിരുന്ന തെളിവ് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു മെഡിക്കൽ സെമിനാറിൽ ഒരു പാർട്ടിസിപ്പൻ്റായി ഡോക്ടർ ജോർജ് പങ്കെടുത്തിരുന്നു എന്നാണ് FBI തെളിവുകളിൽ സൂചിപ്പിക്കുന്നത്. അതാണ് പരിശോധനയ്ക്ക് സ്റ്റീവ് വിധേയമാക്കിയത്. സ്റ്റീവിന് ആ തെളിവിൽ ഒരു സംശയം. അവിടുത്തെ രജിസ്റ്ററിൽ അന്ന് പേരെഴുതിയത് ഡോക്ടർ ജോർജ് ഹോഡൽ അല്ലെന്നും മറ്റൊരാളാണെന്നുമാണ് സ്റ്റീവിന്റെ നിഗമനം. ഡോക്ടർ ജോർജ് ഹോഡൽ എന്ന പേരിൽ മറ്റൊരാളാണ് ആ സെമിനാറിൽ പങ്കെടുത്തതെന്നാണ് സ്റ്റീവ് ഇപ്പോൾ പറയുന്നത്. അവൻ അച്ഛൻ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്താണ് എലിസബത്ത് ഷോർട്ടിനെ വധിച്ചതെന്നാണ് സ്റ്റീവിന്റെ അഭിപ്രായം. എന്തിനാണ് സ്റ്റീവിന്റെ അച്ഛൻ ഡോക്ടർ ജോർജ് ആ കൊല നടത്തിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും സ്റ്റീവ് കണ്ടെത്തിയിട്ടുണ്ട്. അവന്റെ അച്ഛന് ഈ എലിസബത്ത് ഷോർട്ടുമായി ഒരു അടുപ്പം ഉണ്ടായിരുന്നു. അത് ഒരു പ്രണയത്തിന്റെ ശൈലിയായിരുന്നു. ആ പ്രണയത്തെ എലിസബത്ത് ഷോർട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാകാം അച്ഛൻ എലിസബത്തിനെ അവസാനിപ്പിച്ചത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് മകനായ സ്റ്റീവ് എത്തിയിരിക്കുന്നത്. ഈ ബ്ലാക്ക് ഡാലിയുടെ കേസ് ഒരുപാട് ആളുകളെ ആകർഷിച്ച വിഷയമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, സീരിയലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് 2003 സ്റ്റീവ് അവന്റെ അച്ഛനാണ് ഈ കൊല നടത്തിയെന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നത്. അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സ്റ്റീവിനെ പ്രേരിപ്പിച്ചത് അച്ഛന്റെ പേഴ്സണാലിറ്റി ആണെന്നാണ് സ്റ്റീവ് ആ പുസ്തകത്തിൽ ആമുഖമായി സൂചിപ്പിക്കുന്നത്. അച്ഛന്റെ വ്യക്തിത്വത്തെ വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയ സ്റ്റീവ് അച്ഛൻ അങ്ങനെ ഒരു കൊല നടത്താനുള്ള സർവ്വസാധ്യതയും കണ്ടതുകൊണ്ടാണ് വളരെ വ്യക്തമായി ലോകത്തോട് ആ കാര്യം പറഞ്ഞത്. ബ്ലാക്ക് ഡാലിയ കൊല്ലപ്പെട്ടതിന് കാരണക്കാരൻ തൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒറ്റയ്ക്കാണോ മറ്റാരുടെയെങ്കിലും സഹായത്താണോ ആ കൊല നടത്തിയെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാൻ സ്റ്റീവിന് പറ്റുന്നില്ല. പക്ഷെ അച്ഛന് ആ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് സ്റ്റീവ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ FBI-യും ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇപ്പോഴും അത് ഒരു അൺസോൾവ്ഡ് കേസായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെയും ആളുകളെയൊക്കെ ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് ലോസ് ആഞ്ചലസ് പോലീസും അതുപോലെ FBI-യും കൊണ്ടുവന്നെങ്കിലും അവർക്ക് ഇപ്പോഴും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് അൺസോൾവ്ഡ് തന്നെയാണ്. ആരാണ് ബ്ലാക്ക് ഡാലിയെ കൊന്നത്? എന്താണ് ശരിക്കും ആ ജനുവരി 14 രാത്രിയിൽ സംഭവിച്ചത്?
എങ്ങനെയാണ് ബ്ലാക്ക് ഡാലിയ കൊല്ലപ്പെട്ടത്, എവിടെ വെച്ചാ കൊല്ലപ്പെട്ടത്, ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ദുരൂഹതയായി ആ വിഷയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ ബ്ലാക്ക് ഡാലിയെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.